പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദിവാസി ദളിത് മേഖലയിലെ ചടങ്ങിൽ കസേരകൾ പറക്കുന്നത് സ്വപ്നം കണ്ടെന്ന പരാമർശത്തിന്റെ പേരിലാണ് ദളിത് സമരനായകൻ ജിഗ്നേഷ് മേവാനിയെ ഗുജറാത്ത് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നു പുലർച്ചെ ജിഗ്നേഷിനെ വിട്ടയച്ചെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. വീടിന് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്നതാണ് ഗുജറാത്ത് സർക്കാരിന്റെ നടപടിയെന്നാണ് ആരോപണം. അതേസമയം ഉനയിൽ ദളിതർക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം ഗോരക്ഷാ സേനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മുഹമ്മദ് അയൂബ് എന്ന 29-കാരനാണ് മോദിയുടെ മണ്ഡലമായ ഗാന്ധിനഗറിൽ കൊല്ലപ്പെട്ടത്. സെപ്റ്റംബർ 13-നായിരുന്നു മുഹമ്മദ് അയൂബിന് നേരെ ആക്രമണമുണ്ടായത്. 2 പശുക്കിടാങ്ങളുമായി ഇന്നോവയിൽ പോകുമ്പോഴായിരുന്നു സംഭവം. മരണത്തെ തുടർന്ന് വിവിധ സംഘടനകൾ ഗുജറാത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, അഹമ്മദാബാദ്. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ എം. ബി. മനോജ്, ഹിന്ദുസ്ഥാൻ ടൈംസ് സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ ജയന്ത് ജേക്കബ്, BJP വക്താവ് ശ്രീ MS കുമാർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ വിജു കൃഷ്ണൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് ശ്രീ MS കുമാർ, എന്തിനാണ് ജിഗ്നേഷിനെ പോലെ ഒരു നേതാവിനെ ഇങ്ങനെ ഭയക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എവിടെ ആര് ഭയന്നു എന്നാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി പോലെ ഒരാളുടെ സന്ദർശനം നടക്കുമ്പോൾ അവിടുത്തെ ഇൻ്റലിജൻസിന് എന്തെങ്കിലും വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വിളിച്ചിട്ടുണ്ടാവാം. അതൊരു വലിയ സംഭവമാണോ? ഈ രാജ്യത്ത് എല്ലായിടത്തും നടക്കുന്നതല്ലേ. നമ്മുടെ ഇവിടെ അടുത്ത കാലത്ത് വരെ ഇപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ച നടന്ന ബന്ദിൽ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കാം. നേരത്തെ ഹർത്താലും ബന്ധമൊക്കെ നടത്തുമ്പോൾ ആ പ്രധാനപ്പെട്ട ചില അതിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വെക്കാറുണ്ട്. ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതൊരു മഹാപാതകമായി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇദ്ദേഹം പറയുകയോ എൻ്റെ സ്വപ്നത്തിൽ കസേര എടുത്തെറിയുന്നതായിട്ട് കാണുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വിളിച്ചിട്ടുണ്ടാവും. ചോദ്യം ചെയ്ത് കഴിഞ്ഞ് വിട്ടയച്ചു. പക്ഷേ രണ്ട് പല വശങ്ങളുണ്ട്. ഒന്ന്, ഈ അറസ്റ്റിനെ കുറിച്ച് കൃത്യമായ അറിയിപ്പോ അത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും ഗുജറാത്ത് സർക്കാരോ പോലീസോ പുറത്തുവിടാൻ തയ്യാറായില്ല. അറസ്റ്റിന് ശേഷം അദ്ദേഹത്തെ പുറത്തുവിട്ടതിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം പോലീസിൻ്റെതായി വരുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം അവിടെ BJP നേതൃത്വം പലതരത്തിലാണ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ നൽകിയത്. ഇതേക്കുറിച്ച് പ്രതികരിച്ചവരെല്ലാം ഇത് ജിഗ്നേഷ് മേവാനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതാണ്, അദ്ദേഹത്തിനെതിരെ ഭീഷണിയുണ്ട് എന്ന മട്ടിൽ പറഞ്ഞു. മറ്റൊന്ന്, പോലീസിൽ അദ്ദേഹം പുറത്തു പോകുമ്പോഴുള്ള വിവരങ്ങൾ അറിയിക്കണം, അത് അറിയിക്കാത്തത് കൊണ്ട് പിടിച്ചിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത നിലപാടാണ് പിന്നീട് BJPയും പോലീസും സ്വീകരിച്ചത്. അല്ല, ഇതിനകത്ത് വ്യക്തതയില്ലായ്മ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ചിലരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ആദ്യത്തെ സംഭവം അല്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സാമാന്യ യുക്തി കൊണ്ട് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് കസേരകൾ വലിച്ചെറിയുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ്. കസേരകൾ പ്രധാനമന്ത്രിയുടെ വേദിയിലേക്ക് പറക്കുന്നതായി സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വപ്നം കണ്ടതിന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണോ? അങ്ങനെയല്ല. അദ്ദേഹം ഒരു സമര നായകനാണ്. ആ നിലയിൽ കുറേ കാലമായിട്ട് സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്തർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്? നിങ്ങൾക്ക് അങ്ങനെ വല്ല പദ്ധതി ഉണ്ടോ, ആസൂത്രണം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് ഒരു അസ്വാഭാവികമായ നടപടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചോദ്യം ചെയ്തു, അതിൽ യാതൊരു അടിസ്ഥാനമില്ലാന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം അദ്ദേഹത്തെ വിട്ടയച്ചു. ഈ വീട്ടുതടങ്കലിൽ നിന്നൊക്കെ ഉള്ളത് അവർ പ്രചരിപ്പിക്കുന്നതാണ്. അല്ല, അത് ജിഗ്നേഷ് മേവാനി അതിനുശേഷം പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. വീട്ടുതടങ്കലിൽ എന്നതിനപ്പുറത്ത് അദ്ദേഹം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നതാണ് പുതിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം നിരീക്ഷണത്തിൽ തന്നെയാണ്. അതാണ് ഏറ്റവും പുതിയ വസ്തുത. പക്ഷേ വളരെ കൃത്യമായി ഇത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സമരനായകൻ തന്നെയാണ് ഇപ്പോൾ ജിഗ്നേഷ് മേവാനി. അതിന് അടിസ്ഥാന കാരണം അദ്ദേഹം ആണ് ഗുജറാത്തിൽ നരേന്ദ്രമോദിക്കെതിരെ, ഒപ്പം അവിടുത്തെ ഗുജറാത്തിലെ BJP സർക്കാരിനെതിരെ കൃത്യമായി ഒരു പ്രക്ഷോഭം ആസൂത്രണം ചെയ്യുന്നതിലും അവതരിപ്പിക്കുന്നതിലും ഒരുപക്ഷെ പട്ടേൽ സമരത്തേക്കാൾ കൃത്യമായി വിജയിച്ചത്. കാരണം ഈ സമരം രാജ്യം മുഴുവൻ ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമരമായി മാറി. അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം ബോധിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നതിന് അത്തരത്തിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കണം. എനിക്കതാ മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തില്ല. അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തു. പോലീസിന് ചില കാര്യങ്ങൾ അറിയണമായിരുന്നു. കാരണം പിറ്റേ ദിവസം VIP സന്ദർശനമുണ്ട് അവിടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എത്ര തന്നെ സമരത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും പ്രധാനമന്ത്രിക്ക് രാജ്യത്തൊരിടത്ത് സന്ദർശിക്കാനുള്ള അവകാശമില്ലേ? അവിടെ സംരക്ഷണം ഏർപ്പെടുത്തേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ, പോലീസിനില്ലേ? അവരത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. ചോദ്യം ചെയ്തു, വിട്ടയച്ചു. ഡോക്ടർ എം. ബി. മനോജ്, വളരെ ലളിതമായി ചോദിക്കാവുന്ന സംശയങ്ങളാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യമാണ് BJP ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് സ്വാഭാവികമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. ഒരു പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാവിനെ
അദ്ദേഹം ഉന്നമിടുന്ന പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ അവിടെ വരുമ്പോൾ കരുതൽ തടങ്കലിൽ വയ്ക്കുക എന്നത് ഈ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല എന്ന് ലളിതമായി അവതരിപ്പിക്കുകയാണ് BJP. എന്താണ് മറുപടി? ഹലോ, ശ്രീ മനോജ് പറയാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ ജിഗ്നേഷിൻ്റെ പ്രസ്ഥാനം ഏതെങ്കിലും അർത്ഥത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടന അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മുന്നോട്ട് വെച്ചത് ലോകത്തിലെ ഏതൊരു സമൂഹത്തിനും പ്രസക്തമായി തോന്നുന്ന പാരമ്പര്യമായിട്ടുള്ള കുലത്തൊഴിലിൽ നിന്നും സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ മോചനം എന്ന നിലയിൽ, ഇന്ത്യയിൽ അത് ചാതുർവർണ്ണയത്തിൽ നിന്നുള്ള മോചനമാണ്. അതിൽ നിന്നും മോചനം എന്ന നിലയിൽ ജീവിക്കാൻ ആവശ്യമായ സ്വത്ത്, അത് അദ്ദേഹം പറയുന്നത് 5 ഏക്കർ ഭൂമി എന്നാണ്, 5 ഏക്കർ കൃഷിഭൂമി എന്നാണ്. അതുപോലെ തന്നെ ആധുനിക മനുഷ്യന് അടിസ്ഥാന യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം ആഗസ്റ്റ് 15 നടത്തിയതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതിന് തലേ ദിവസം ഇന്ത്യയുടെ നമ്മളുടെ പ്രസിഡന്റ് തന്നെ, ആദരണീയനായ പ്രസിഡന്റ് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം സമൂഹങ്ങളോടും ദലിത് വിഭാഗങ്ങളോടും നടക്കുന്ന പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങളെ അപലപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ആഗസ്റ്റ് 15 നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നതും, നിങ്ങൾ ഈ അയിത്ത വിഭാഗങ്ങളോട്, ഈ ദലിതരോട് ഇത്തരത്തിലുള്ള കടന്നാക്രമണം നടത്തരുത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ എനിക്ക് നേരെ നിങ്ങൾ അത്തരത്തിലുള്ള കടന്നാക്രമണം നടത്തുന്നതിന് തുല്യമായിരിക്കും എന്ന നിലയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇങ്ങനെ സംസാരിച്ച ഒരു പ്രധാനമന്ത്രി ഗുജറാത്തിലേക്ക് മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടി എത്തുമ്പോൾ അതിന് ജനങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നതിനും ജനങ്ങളുടെ അടുത്ത് നിൽക്കുന്നതിനുള്ള ഒരു അവസരമാണല്ലോ പ്രധാനമന്ത്രിക്ക് ലഭ്യമാവുക. അതേസമയത്ത് ഈ നിലയിലുള്ള ഒരു നേതാവിനെ, ജിഗ്നേഷിനെ പോലുള്ള വളരെ അടിത്തട്ടിൽ നിന്നും വളരെ ജെന്യൂനായിട്ടുള്ള ഒരു കാര്യം പറയുന്ന നേതാവിനെ, അത് ഒരു തരത്തിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള സംഘടനയല്ല, നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയല്ല, മുൻകൂർ അദ്ദേഹത്തിനെ കരുതൽ തടങ്കലിൽ വെക്കുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്നലെ തന്നെ വലിയ അളവിൽ ഇന്ത്യയിലുടനീളമുള്ള വിവിധ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ സംഘടനകളും അതിനെ വളരെ ശക്തമായ രീതിയിൽ അതിനെ അപലപിക്കുകയും ഒരു വലിയ നിലയിലുള്ള ചർച്ച ഉയർന്നു വന്നതുകൊണ്ടും മാത്രമാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ന് മോചിതനാകാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മുന്നോട്ടുള്ള ഗുജറാത്തിലെ മാത്രമല്ല ഇന്ത്യയിലുടനീളം അടിസ്ഥാന ജനസമൂഹങ്ങൾക്ക്, തൊഴിലാളി വിഭാഗങ്ങൾക്ക് അവർക്ക് ഇനി മുന്നോട്ട് പോകുവാനുള്ള അവരുടെ പ്രയാണത്തെ വളരെ വലിയ രൂപത്തിൽ അത് പ്രതിരോധിക്കുന്നതിനും അതിനെ പലതരത്തിൽ ഒരുപക്ഷെ അതിനെ അടിച്ചമർത്തുന്നതിനും സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ ഇതിൽ നിന്നും കാണുന്നത്. തീർച്ചയായും. ശ്രീ ജയന്ത് ജേക്കബ്, എങ്ങനെയാണ് ഈ നടപടിയെ കാണുന്നത്? ഗുജറാത്തിൽ നിന്നുകൊണ്ട് ഒരു സമരം പ്രക്ഷോഭം നയിച്ചുകൊണ്ട് അതിനെ രാജ്യമാസകലം ഒരു ചർച്ചയാക്കി കൊണ്ടുവന്ന നേതാവിനെയാണ് ഇങ്ങനെ പിടിച്ചുവെച്ചത്. നേരത്തെ ശ്രീ മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യേകിച്ച് നിരോധനമൊന്നും നേരിടുന്ന ഒരു സംഘടനയുടെ നേതാവല്ല അദ്ദേഹം. ആ നിലയ്ക്ക് പ്രധാനമന്ത്രിക്കെതിരെ ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണിയോട്ട് മുഴക്കിയിട്ടുമില്ല. എന്തുകൊണ്ടായിരിക്കും സംഘപരിവാർ നേതൃത്വം നൽകുന്ന ആ സർക്കാർ ഈ നിലയ്ക്കൊരു തീരുമാനമെടുത്തത്?